ഹലോ, നല്ല നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ലൈക്കുകളും വ്യൂസും കൂട്ടാൻ വേണ്ടി നമ്മൾ പലതരം ഭ്രാന്തൻ പരിപാടികൾ കാട്ടാറുണ്ട്. എന്നാൽ ആ ഭ്രാന്ത് ഒരു പരിധി ലംഘിച്ച് മനുഷ്യത്വം പോലും മറന്ന് ഒരു കൊടും ക്രൂരതയായി മാറിയാൽ എങ്ങനെയിരിക്കും? ഡ്രീം വാരിയർ പിക്ചേഴ്സ് റിലീസ് ചെയ്തിട്ടുള്ള ബൂമർമാൻ എന്ന തമിഴ് ഷോർട്ട് ഫിലിം ചർച്ച ചെയ്യുന്നത് കൃത്യമായും ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരു രക്ഷയുമില്ലാത്ത, കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പക്ക സൈക്കോളജിക്കൽ ഡാർക്ക് ത്രില്ലർ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നോക്കിയാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ. വെറും 25 മിനിറ്റിന് താഴെ മാത്രമുള്ള ഒരു കിടുക്കാച്ചി സാധനം എന്ന് വെച്ചാൽ കിടുക്കാച്ചി സാധനം. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള, അതായത് ഒരു മൂകനായിട്ടുള്ള യൂട്യൂബർ ഇതിലെ പ്രധാന കഥാപാത്രമാണ്. ഓൺലൈനിൽ കൂടുതൽ ഫോളോവേഴ്സിനെയും റീച്ചും കൂട്ടാൻ വേണ്ടി വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താണ് അയാൾ തുടക്കത്തിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം ഒരു വലിയ ഭ്രാന്തായിട്ട് മാറുകയാണ്. തുടർന്ന് തൻ്റെ മുന്നിൽ അകപ്പെട്ടു പോകുന്ന ഒരാളെ ക്രൂരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂട്ടൽ, അങ്ങ് അറ്റത്തെ ബ്രൂട്ടൽ രീതിയിലാണ് ഉപദ്രവിക്കുന്നത്. ആ പീഡനമുറകൾ തൻ്റെ ചാനലിലൂടെ സ്ട്രീം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരു വശത്ത് ക്രൂരതയും മറുവശത്ത് സോഷ്യൽ മീഡിയയിലെ ആ ഒരു റിയാക്ഷനും കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വ്യൂസ് കൂട്ടുകയും റീച്ച് കൂട്ടുകയും ചെയ്തത്. ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഈ ഷോർട്ട് മൂവിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. അജിത് ഗിൽ, കാർത്തിക് കുമാർ എന്നിവരുടെ പെർഫോമൻസും കിടിലം വെച്ചാൽ കിടിലം, ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീരം. പ്രത്യേകിച്ച് ആ യൂട്യൂബർ കഥാപാത്രത്തിൻ്റെ ആ ഭാവങ്ങളും ചിരിയും അതോടൊപ്പം തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ ബിജിഎവും വിഷ്വൽസും ഗംഭീരം വെച്ചാൽ ഗംഭീരം. ആ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 100% ബിജിഎവും ക്യാമറ വർക്കും വിജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വ്യൂസിന് വേണ്ടി ഭ്രാന്തിനെ ആയി മാറുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. എന്നാൽ അതേസമയം അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഡയറക്ടർ ഇതിൽ കാണിച്ചു തന്നിരിക്കുന്ന ചില സാധനങ്ങൾ നമുക്ക് ഫാമിലിയോടൊപ്പം തന്നെ ഇരുന്ന് കാണാൻ കഴിയാത്ത ഒരു സാധനമാണ്. ഇതിൻ്റെ ഈ ഡാർക്ക് ഷെയ്ഡ് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇതിൽ കാണിക്കുന്ന ചില ടോർച്ചറിങ് രംഗങ്ങൾ ശരിക്കും ഡാർക്ക് തീമും അതോടൊപ്പം തന്നെ സാധാരണ പ്രേക്ഷകർക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിനെ ബിൽഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡാർക്ക് സൈക്കോളജിക്കൽ സിനിമ ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഇത് കാണുക. അതല്ലാതെ കുട്ടികളുമായിട്ടൊപ്പം ഇരുന്ന് ഈ സിനിമ കാണരുത്. വെറും ചെറിയ സാധനമാണ്, കിടിലം. പറ്റുമെങ്കിൽ നിങ്ങൾ വലിയ സ്ക്രീനിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്